എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ എനിക്ക് ഒരുവിധ സുഖം തന്നെ. എല്ലാവരും എന്നോട് കാണിക്കുന്ന എല്ലാ സപ്പോർട്ടിനും, ധാരാളം പേർ കാണുന്നുണ്ട്, എല്ലാ സപ്പോർട്ടിനും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങളുടെ എല്ലാ നന്മയ്ക്കും വേണ്ടി നല്ലത് മാത്രം എത്തട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ എന്ത് കറി വയ്ക്കാനാണെന്ന് നോക്കി കൊണ്ടപ്പോഴാണ് എൻ്റെ സഹോദരൻ വരുന്നത്. അതിനിടയ്ക്ക് എൻ്റെ സഹോദരൻ വന്നിട്ടുണ്ട്. അവൻ എൻ്റെ കയ്യിൽ എന്തോ കവർ ഇരിപ്പുണ്ട്, എന്തോ ആയിക്കൊണ്ട് വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹായ് പറയുകയാണ്, സുഖമില്ലെങ്കിൽ. അതെന്താടാ അത്? പച്ചക്കറിയാ? ഞാൻ എന്തിനു വാങ്ങിക്കൊണ്ട് വന്നത്? ഇതിൻ്റെ തട്ടെന്നാ നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇതെന്തിനാ ഈ പച്ചക്കറി? എല്ലാം അന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ വേണ്ട, എനിക്ക് മീൻ മാത്രം മതിയെന്ന്. ഞാൻ പച്ചക്കറി കഴിക്കില്ലെന്ന് പറഞ്ഞാൽ എന്നും പച്ചക്കറി വാങ്ങിക്കൊണ്ട് വരും ഇടയ്ക്കിടയ്ക്ക്. അയ്യോ, ഇത് എന്ത് ചെയ്യാ? ഞാൻ മാത്രമല്ലേ ഉള്ളൂ പച്ചക്കറി എല്ലാം കൂട്ടാൻ. പിന്നെ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി വാങ്ങിക്കൊണ്ട് വന്ന് ഈ ചായ കുടിച്ചോണ്ട് പോവാം. അങ്ങനെ അവൻ പച്ചക്കറിയും കൊണ്ട് തന്നിട്ട് ഞാൻ ചായ ഇട്ട് കൊടുത്ത് നിർബന്ധിച്ച് അങ്ങനെ ചായ കുടിക്കുകയാണ്. അവരോടൊക്കെ പറഞ്ഞോടെ നീ എന്തോന്നാണ് കഴിക്കണമെന്ന് ചായയുടെ കൂടെ. ചായ അവലുമാണ് കഴിക്കുന്നതെന്ന്. അവന് ഇഷ്ടമാണ് അവല്. ശർക്കരയും തേങ്ങയിട്ട് കുഴച്ച് കഴിക്കുന്നത് ഇഷ്ടമാണ്. അത് ഞാൻ ചായയെ കൂടെ ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. അവൻ കൊണ്ടുവന്ന പച്ചക്കറിയിൽ നിന്നും ഒരു കുഞ്ഞ് സ്പെഷ്യൽ സാമ്പാർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിൽ വെണ്ടയ്ക്ക മാത്രം ഇതിനോടൊപ്പം ചേർക്കില്ല. ഇത് പ്രത്യേക എണ്ണയിൽ വരട്ടിയതിന് ശേഷമാണ്, എണ്ണയിലിട്ട് നല്ല വഴറ്റി മൂപ്പിച്ചതിന് ശേഷം പൊടിയിട്ട് കലക്കുന്ന സമയത്താണ് ചേർക്കുന്നത് വെണ്ടയ്ക്ക. അത് സെപ്പറേറ്റ് ഇരിക്കുകയാണ്. അല്ല, ഇതിനോടൊപ്പം ചേർക്കുന്നത് ഒരു പച്ചമുളക്, കത്തിരിക്ക, വെള്ളരിക്ക, അമരയ്ക്ക, ചെറിയ ഉള്ളി, പിന്നെ ക്യാരറ്റ്, മത്തൻ, ടൊമാറ്റോ, പടവലം. ഈ മല്ലിയില അത് പൊടി കലക്കുമ്പോൾ മാത്രം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയെല്ലാം ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു വിസിൽ വരണം. ആവശ്യത്തിനുള്ള സാമ്പാർ പരിപ്പിട്ട് ഒരു വിസിൽ വന്ന് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമുള്ള പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കായം കട്ടിക്കായം ഇതിനോടൊപ്പം കട്ടിക്കായം ചേർക്കും. അതെടുത്ത് വയ്ക്കാൻ മറന്നുപോയി. ഉലുവാപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ഇതിന് എണ്ണ വെച്ച് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. ശകലം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ കട്ടിക്കായം ഇതിനോടൊപ്പം ചേർക്കും. വെണ്ടയ്ക്ക സ്പെഷ്യലൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു. ഇനി എല്ലാം കൂടി വാരിയിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കട്ടെ. പച്ചക്കറികളെല്ലാം ഒരു വിസിൽ വന്നു, പ്രഷർ പോയി. അതിലേക്ക് ഞാൻ എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കുന്നു, മല്ലിയിലയും ചേർക്കുന്നു. പിന്നീട് ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി. കായം ഞാൻ കട്ടിക്കായാണ് പച്ചക്കറി ഇട്ട്, പക്ഷേ നല്ല മണം എടുക്കുന്നു. കായത്തിൻ്റെ മണം തുറന്നപ്പോൾ നല്ലൊരു സ്പെഷ്യൽ അസാധ്യം മണം. ഇച്ചിരി പുളിവെള്ളം അല്പം. ടൊമാറ്റോ ഇട്ടതുകൊണ്ട് പുളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പുളി ഒരു ഇത്തിരി കൂടെ ഇട്ടാൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂടും. ഇതിനെ ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച് കുറുക്കി താളിച്ചെടുക്കും. കടു വറുക്കുന്നതിന് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇത്രയും. ഇതിൽ കറിവേപ്പില കൂടെ ചേർക്കും. ഇത്രയും കൂടെ ചെയ്താൽ അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാർ റെഡിയായി. കടു താളിച്ച് ഇതിലൊഴിച്ചു. ഈ പീസസ് ഇങ്ങനെ നല്ല വെന്ത് പായസം പോലെ ആകുന്നത് എനിക്കിഷ്ടമല്ല. കറക്റ്റ് വെന്ത് അങ്ങനെ ഇരിക്കണം. വേകാതിരിക്കുന്നത് ഇഷ്ടമല്ല. സാമ്പാർ പരിപ്പ് ഞാൻ വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഇതിൻ്റെ ഗ്യാസിൻ്റെ അസിഡിറ്റിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ സാമ്പാർ പരിപ്പ് മാത്രം കുറച്ച് ചേർത്തിട്ടുണ്ട്. മറ്റുള്ളതെല്ലാം കൂടുതൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ റെഡിയായി. എല്ലാവരും വീഡിയോ കാണണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ, സാമ്പാർ വീഡിയോ. പിന്നെ ഉച്ച ഊണിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ മത്തിയാണ്. അതിൽ 4 എണ്ണം എടുത്ത് ഫ്രൈ ചെയ്തു ഉച്ച ഊണിന് വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ